ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളിലൊന്നാണ് ഹെൻറിക് ഇബ്സൻ്റെ പ്രശ്നനാടകങ്ങൾ. ആരാണ് ഹെൻറിക് ഇബ്സൻ? എന്താണ് പ്രശ്നനാടകങ്ങൾ? മലയാളത്തിലേക്ക് എങ്ങനെയാണ് പ്രശ്നനാടകങ്ങൾ കടന്നു വന്നത്? എന്നിവയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ആരാണ് ഹെൻറിക് ഇബ്സൻ? ലോകത്തിലെ പ്രശസ്തനായ നോർവീജിയൻ നാടകകൃത്താണ് ഈ പറയുന്ന ഹെൻറിക് ഇബ്സൻ. ആധുനിക നാടകത്തിൻ്റെ പിതാവെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. യൂറോപ്യൻ നാടകവേദിയിൽ നവീന യുഗത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം ഒരു നാടകകൃത്ത് മാത്രമല്ല, കവിയും കൂടിയായിരുന്നു. അദ്ദേഹത്തിനു മുമ്പ് യൂറോപ്പിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ നാടക സങ്കേതങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയൊരു നാടക സങ്കല്പവുമായി 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത്. ആധുനിക നാടകത്തിൻ്റെ വെതി തന്നെ തിരിച്ചുവിട്ട വ്യക്തിയാണ് ഈ പറയുന്ന ഹെൻറിക് ഇബ്സൻ. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നാടക സങ്കല്പമാണ് ഈ പ്രശ്നനാടകങ്ങൾ. ഇനി എന്താണ് പ്രശ്നനാടകം? സാമൂഹികമായൊരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ മുഖ്യധാരയിലേക്ക് അവതരിപ്പിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന നാടകങ്ങളെയാണ് പ്രശ്നനാടകങ്ങളെന്ന് പറയുന്നത്. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, സൂക്ഷ്മമായൊരു സാമൂഹിക പ്രശ്നമോ വ്യക്തി പ്രശ്നമോ കണ്ടെത്തി അത് നാടകത്തിൻ്റെ ഇതിവൃത്തമായി വികസിപ്പിച്ച് പ്രേക്ഷകരെ പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന വിധം കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഘടിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സുഘടിത ദൃശ്യ സാഹിത്യ രൂപമാണ് ഈ പറയുന്ന പ്രശ്നനാടകങ്ങളെന്നും സാമാന്യമായി പറയാം. പറയുന്ന പ്രശ്നനാടകങ്ങൾ പ്രശ്നം അവതരിപ്പിച്ചാൽ മാത്രം പോരാ, അതിനെ വിമർശനാബുദ്ധിയോടെ വിശദീകരിക്കുകയും പരിഹാരം കണ്ടെത്താനും പ്രേക്ഷകരെ പ്രേരിപ്പിക്കുകയും വേണം. അപ്പോൾ പ്രശ്നനാടകങ്ങളെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സമൂഹത്തിലെ ഒരു പ്രശ്നത്തെയോ അല്ലെങ്കിൽ വ്യക്തി പ്രശ്നത്തെയോ അവതരിപ്പിക്കുകയും അവർക്ക് പരിഹാരം നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നാടക സങ്കല്പത്തെയാണ് പ്രശ്നനാടകമെന്ന് പറയുന്നത്. ഇത്തരം ഒരു നാടകങ്ങളെയാണ് ഇബ്സൻ തൻ്റെ നാടകങ്ങളിലൂടെ രചിച്ചിരുന്നത്. ഇബ്സൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നനാടകങ്ങളാണ് പില്ലേഴ്സ് ഓഫ് സൊസൈറ്റി, ഡോൾസ് ഹൗസ്, ഗോസ്റ്റ് എന്നിവ. ഇബ്സൻ്റെ പ്രശ്നനാടകങ്ങൾ ഓരോന്നും യൂറോപ്യൻ ജനസമൂഹത്തിനും സാമൂഹ്യ അനീതികൾക്കും എതിരെയുള്ള വിമർശനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഓരോന്നും. അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകമായ ഡോൾസ് ഹൗസ് എന്ന നാടകത്തിൻ്റെ പ്രമേയത്തെ ചോദ്യം ചെയ്യുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്തവർക്കെതിരെയുള്ള മറുപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നാടകമായ ഗോസ്റ്റ് അഥവാ പ്രേതങ്ങൾ. അടുത്ത നാടകം ഗോസ്റ്റിനെ വിമർശിച്ചവർക്കെതിരായിരുന്നു. അങ്ങനെ തുടർന്നു പോകുന്ന ഒരു നാടക രീതിയിലൂടെ യൂറോപ്യൻ ജനതയെ പ്രബുദ്ധരാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇബ്സൻ തൻ്റെ നാടകങ്ങളിലൂടെ ശ്രമിച്ചിരുന്നത്. ഇബ്സൻ്റെ നാടകങ്ങളിൽ അവതരിപ്പിക്കുന്നത് വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ കാണുന്ന പരാജയം മുഖ്യ വിഷയമായി ഇബ്സൻ കണ്ടു. ഇബ്സൻ്റെ നാടകങ്ങൾ പലതും ആരംഭിക്കുന്നത് വിവാഹാനന്തര പ്രശ്നങ്ങളിൽ നിന്നാണ്, അല്ലാതെ കാമുക പ്രണയത്തിനോ അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾക്കോ സ്ഥാനമില്ല അദ്ദേഹത്തിൻ്റെ നാടകം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഇബ്സൻ്റെ നാടകത്തിൻ്റെ ആധാരം തന്നെ. ഇബ്സൻ്റെ മിക്ക നാടകങ്ങളിലും ഈ പറയുന്ന വിവാഹാനന്തര പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിവാഹം പരാജയത്തിലോ നിരാശയിലോ ഒക്കെ കലാശിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ ഒരു പ്രമേയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇബ്സൻ്റെ മിക്ക നാടകങ്ങളിലും ദമ്പതിമാർ വിരുദ്ധ പ്രകൃതിയും വിരുദ്ധ ചിന്താഗതിക്കാരുമാണ്. തന്മൂലം വിവാഹം പരാജയത്തിലോ നിരാശയിലോ കലാശിക്കുന്നു. തങ്ങളിഷ്ടപ്പെടാത്ത ബന്ധം മൂലം ജീവിതത്തിലുണ്ടാകുന്ന ആത്മാർത്ഥമില്ലായ്മ തുടർന്നുള്ള ജീവിതത്തിൽ അവരെ കുറ്റബോധമുള്ളവരാക്കി മാറ്റുന്നു. അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ബെർണിക്. പില്ലേഴ്സ് ഓഫ് സൊസൈറ്റി എന്ന നാടകത്തിലെ ബെർണിക് എന്ന കഥാപാത്രം. അതുപോലെ ജോൺ ഗാബ്രിയൽ ബോക്ക്മാൻ എന്ന നാടകത്തിലെ ബോക്ക്മാൻ, ഡോൾസ് ഹൗസ് എന്ന നാടകത്തിലെ റോസ്മർ എന്ന കഥാപാത്രം എന്നിവരൊക്കെ അതിന് ഉദാഹരണമാണ്. ഹെൻറിക് ഇബ്സൻ 1879 രചിച്ച വിശ്വപ്രസിദ്ധമായ പ്രശ്നനാടകമാണ് ഈ പറയുന്ന എ ഡോൾസ് ഹൗസ് എന്ന നാടകം. സ്ത്രീയുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് തുടക്കമിട്ട ഈ നാടകം ആധുനിക നാടകവേദിയിലെ ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ ഡോൾസ് ഹൗസ് എന്ന നാടകത്തെ പറയുന്നത്. ഈ നാടകത്തിൻ്റെ പ്രധാന പ്രമേയമെന്ന് പറയുന്നത് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് വിവാഹ ജീവിതത്തിലെ പൊള്ളത്തരങ്ങളും സ്ത്രീയുടെ സ്വയം തിരിച്ചറിവുകളുമാണ്. പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് സ്വന്തമായ ഒരു അഭിപ്രായം പോലുമില്ലാതെ ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും ഒരു കളിപ്പാവയായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെയാണ് ഇബ്സൻ തൻ്റെ ഈ ഡോൾസ് ഹൗസ് എന്ന നാടകത്തിലൂടെ തുറന്നു കാണിക്കുന്നത്. എ ഡോൾസ് ഹൗസ് എന്ന നാടകത്തിൻ്റെ സംഗ്രഹമെന്ന് പറയുന്നത് നോറ ഹെർമർ എന്ന വീട്ടമ്മയെ കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്.
നോറയുടെ ഭർത്താവായ ഡോൾവാർഡിൻ്റെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അറിയാതെ നോറ ഒരു തുക കടമെടുക്കുന്നുണ്ട്. ഇതിനായി അവർ ഒപ്പിട്ട രേഖകളിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. ഈ സത്യം പിന്നീട് പുറത്തു വരുമ്പോൾ നോറയുടെ ഭർത്താവ് തൻ്റെ അന്തസ്സിനെക്കുറിച്ച് മാത്രം വ്യാകുലപ്പെടുകയും നോറയെ ക്രൂരമായി ശകാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ അയാൾ വീണ്ടും നോറയോട് സ്നേഹപൂർവ്വം പെരുമാറാൻ തുടങ്ങുന്നു. ഈ നിമിഷം നോറ തിരിച്ചറിയുന്നത് താൻ ഇത്രയും കാലം ഒരു കളിപ്പാവയായി മാത്രമാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നാണ്. അവസാനം സ്വന്തം വ്യക്തിത്വം കണ്ടെത്താനായി അവർ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങുന്നു. ഈ ഒരു പ്ലോട്ടിലാണ് ഈ ഒരു നാടകം സഞ്ചരിക്കുന്നത്. അത്രകാലം തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിതം നയിച്ച നോറ പിന്നീട് തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുകയും ഭർത്താവ് അവളെ ശകാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയും നാൾ താനൊരു കളിപ്പാവയായിരുന്നു ആ കുടുംബത്തിലെന്ന് തിരിച്ചറിയുന്നത്. ഈ ഡോൾസ് ഹൗസ് എന്ന നാടകത്തിലെ നായികയായ നോറ തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവളുടെ ഭർത്താവും എല്ലാവരും അവളെ തള്ളിക്കളയുകയും ക്രൂരമായി ശകാരിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇത്ര നാൾ ഇവർക്ക് വേണ്ടിയാണല്ലോ താൻ ജീവിച്ചിരുന്നത് എന്ന് തിരിച്ചറിയുകയും തുടർന്ന് അവർ തൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തിത്വം കണ്ടുപിടിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യത്തോടെ കുടുംബജീവിതവും ഭർത്താവിനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ നാടകത്തിൽ ഇബ്സൻ അന്നത്തെ കാലത്ത് രചിച്ചിരിക്കുന്നത്. ഒരു കഥാപാത്രമായിട്ടാണ് നോറയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ നാടകം ഒരുപാട് വിമർശിക്കപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും പുരുഷാധിപത്യ സമൂഹമായിരുന്നു അന്നത്തെ യൂറോപ്പ് എന്ന് പറഞ്ഞത്. ശക്തമായി നിലനിൽക്കുന്ന സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ നാടകങ്ങളൊക്കെ തന്നെ വിമർശിക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ നിശിതമായി വിമർശിക്കപ്പെടുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നനാടകങ്ങളുടെ എല്ലാം ഒരു പ്രമേയമെന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ, പ്രശ്നങ്ങൾ, വിവാഹം പരാജയത്തിൽ എത്തിച്ചേരുന്നത് എന്നിവയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലെ എല്ലാം വിഷയങ്ങളെന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിലായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രശ്നനാടകങ്ങൾ മലയാളത്തിലേക്ക് കടന്നു വന്നതെന്നാണ്.